കഴിയില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ബിജെപിയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ പോയി കൊത്തിയിരിക്കുകയല്ലേ? ഇപ്പോൾ നിങ്ങൾ അതിന് ഈ പ്രചാരണം നൽകുന്നത് വഴി ഇവിടെ ഈ മുസ്ലിങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നൽകുന്നത് അതൊരു ഭയപ്പാടിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. ഇവിടെ ഇപ്പോൾ CAA നടപ്പാക്കുന്നത് വഴി 2019 ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് ലേഖനങ്ങൾ വന്നു, ചർച്ചകൾ വന്നു, അങ്ങനെയൊക്കെ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ചൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ട്. CAA വഴി ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം എന്നതാണല്ലോ ചിന്തിക്കേണ്ടത്. നേട്ടമുണ്ടാകുന്നത് അഭയാർത്ഥികളായി ഇന്ത്യയിൽ കഴിയാൻ വിധിക്കപ്പെട്ട കുറേ ആളുകൾക്കാണ്. അവർക്കൊരു സഹായമായി ഇത് വരുന്നു, അവർക്ക് പൗരത്വം കിട്ടുന്നു. അത് പഴയതുപോലെയുള്ള കാത്തിരിപ്പ് വേണ്ട, 5 വർഷം കാലാവധി ഉണ്ടായാൽ മതി, അതാണല്ലോ. അതല്ലാതെ ആർക്ക് കോട്ടമുണ്ടാകുന്നു? നിലവിൽ ഇന്ത്യയിലുള്ള ഒരു പൗരനും, അത് ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ, ഒരു പൗരനും ഇതുവഴി പൗരത്വം നഷ്ടമാകുന്നില്ല. അതും വ്യക്തമാണല്ലോ. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അങ്ങനെ ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആർക്കും പൗരത്വം നഷ്ടപ്പെടുന്നില്ല, കുറച്ചു പേർക്ക് കിട്ടും. മഞ്ജുഷ എനിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മഞ്ജുഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെവിടെയും റെഫ്യൂജി അഥവാ അഭയാർത്ഥികൾക്ക് പൗരത്വം ഈ പറയുന്ന രീതിയിൽ കൊടുക്കുക. അവർ അഭയാർത്ഥികളായി വരുന്നു, അവർ അഭയാർത്ഥികൾക്ക് ശേഷം അവർ തിരിച്ചു പോവുകയാണ്. അവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് താങ്കൾ പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നാളായിട്ട് മഞ്ജുഷിനറിയാലോ, ഇല്ലീഗൽ ഇമിഗ്രൻസിന് പൗരത്വം നമ്മുടെ രാജ്യത്ത് നൽകില്ല. ഇല്ലീഗൽ ഇമിഗ്രൻസിന് പൗരത്വം കൊടുക്കുന്നത് ഇപ്പോൾ മാത്രമാണ്, 2019 CA. ഇതിനു മുമ്പ് നമ്മുടെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വന്നല്ലോ. ആദ്യം 55 നിയമം വരുന്നു, 86 അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഭേദഗതി വരുന്നു. അതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ 2003 വരുന്നുണ്ട്, 2005 വരുന്നുണ്ട്. ഈ ഭേദഗതികളൊക്കെ വരുമ്പോഴും ഒരിക്കലും ഈ രാജ്യം ഭരിച്ചിരുന്ന അടൽ ബിഹാരി വാജ്പേയി സർക്കാർ ഈ രാജ്യത്തുണ്ടായിരുന്നു, ഇവർക്ക് മുമ്പ് നരേന്ദ്രമോദി സർക്കാർ. ആ സമയത്തൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല, മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പറയുന്ന രീതിയിൽ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നറിയോ, ഈ രാജ്യത്ത് അനധികൃതമായി കുടിയേറി ഇന്ത്യൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു, ഒരു ജൈന, ഒരു പാഴ്സി, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നതോടുകൂടി ഈ ഒരു മുസ്ലിം ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാവർക്കും പൗരത്വത്തിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യരാവുകയാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഈ പറയുന്ന രീതിയിൽ പൗരത്വത്തിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു യോഗ്യതയും ഇല്ലാതാവുകയാണ്. മറ്റുള്ളവർക്ക് ഇപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുമോ? കാരണം അത് മുസ്ലിം രാജ്യമാണ് ഈ മൂന്നും. അവിടെ നിന്ന് മതപീഡനത്താൽ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഇത് അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. അല്ലല്ല, ന്യൂനപക്ഷം എന്ന നിലയിൽ ആ രാജ്യങ്ങളിൽ കഴിയുന്നവരാണ് ഇന്ത്യയിലേക്ക് വരുന്നത്, അവർക്കാണല്ലോ പൗരത്വം നൽകുന്നത്. അതല്ലാതെ ഈ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കുന്നതിന് കാരണവും അതാണല്ലോ. ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ഈ 11 വർഷത്തെ കാത്തിരിപ്പ് തന്നെ വേണം. ശ്രീ അൻവർ ഷാ പാലോട്, അതാണ് ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭയപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഒരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ട് സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ പറയേ ചെയ്യരുത്. അല്ലല്ല മഞ്ജുഷ അങ്ങനെ പറയേ ചെയ്യരുത്. മഞ്ജുഷ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് 2014 ഇവർ ആദ്യ അധികാരത്തിൽ വന്ന സമയത്ത് ഇവർ ഇതിന്റെ കരട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരട് പ്രഖ്യാപിച്ച സമയത്ത് ഇവർ തന്നെ അന്ന് പറഞ്ഞു എന്തെന്നറിയോ, അഫ്ഗാനിസ്ഥാൻ ഈ നിയമത്തിനകത്ത് ഇല്ലായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമായിരുന്നു അന്ന് ഈ നിയമത്തിനകത്തുണ്ടായിരുന്നത്. ഇവർ പിന്നീട് എന്ത് ചെയ്തു, ഇവർ അത് മാറ്റിയിട്ട് അഫ്ഗാനിസ്ഥാനെയും കൂടെ ഇതിൽ കൂട്ടിച്ചേർത്തു. എന്നിട്ട് പിന്നെ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് 953 നെഹ്റു ലിയാഖത്ത് കരാറിന്റെ ഉടമ്പടിയാണ്, അല്ലെങ്കിൽ നെഹ്റു ലിയാഖത്ത് കരാറിന്റെ ഭാഗമായിട്ട് എന്താണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാട്. അതിലും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമില്ല അന്ന്. ഈ പറയുന്ന ബംഗ്ലാദേശ് പിന്നെയാണ് വന്നത്, നമുക്ക് പിന്നെയും പറയാം. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനില്ല. അപ്പൊ ഇവർ പറയുന്നത് പിന്നെ ഇവർ പറഞ്ഞു ഇവരുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമാണ്, നമ്മൾ പൗരത്വം കൊടുക്കും, അത് ചോദിക്കാൻ നിങ്ങൾക്കാരാ. പക്ഷെ ഇവർ സുപ്രീം കോടതി കൊടുത്തേക്കുന്ന അഫിഡവിറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പൗരത്വം കൊടുക്കുന്നവർ നാളെ ആർക്ക് വോട്ട് ചെയ്യും, ആ വോട്ട് ബാങ്ക് മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ആർക്ക് വോട്ട് ചെയ്യും എന്നതാണ്, അതാണ് വിഷയം. അല്ലാതെ ആർക്കും പൗരത്വം നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇല്ലേ, ഇവിടെ നേരത്തെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു,
രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം അല്ലേ, നഷ്ടപ്പെടാൻ പൗരത്വം ഇടയാകും, അവരുടെ നഷ്ടപ്പെടുന്നു ഐഡന്റിറ്റി എന്നുള്ളതല്ല. കാർഡ് ചോദിക്കും, ഇവിടെ പൗരത്വം അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് ഇല്ലാതാക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അല്ലല്ല, അങ്ങനെ ഒരു പൗരത്വം പ്രചാരണം നടന്നിരുന്നു. നഷ്ടപ്പെടുന്നതല്ല. അതെന്തായാലും ഇപ്പോഴില്ലല്ലോ അല്ലേ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ല, ആ പ്രചാരണം ഉണ്ടോ ഇല്ലയോ? അതിപ്പോഴുണ്ടോ ഇല്ലയോ? ഈ രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും വ്യക്തിക്ക് CAA കാരണം പൗരത്വം നഷ്ടമാകുമോ ഇല്ലയോ? ഇന്ത്യയിൽ ഒരാളുടെയും പൗരത്വം നഷ്ടപ്പെട്ടില്ല. ശരി, അങ്ങനെയല്ല. അല്ല, അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. നഷ്ടപ്പെടില്ല. ശരി ശരി മഞ്ജുഷേ, അരിയാഹാരം കഴിക്കുന്ന തലയിൽ ആൾതാമസമുള്ള ഏതൊരാൾക്കും അറിയാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയോ ഒരു വിഷയമോ അല്ല. എന്റെ മുൻ സുഹൃത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വന്ന അദ്ദേഹം ഒരുപക്ഷെ ക്യാപ്സ്യൂള് കിട്ടാൻ വൈകിട്ടുണ്ടാവാം. ഏതായാലും ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ നമിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന വിഭിന്നമായിട്ട് ഇത് ഇന്ത്യയിലെ ഒരു പൗരനെയും ബാധിക്കില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ സർ, രാമജന്മഭൂമി വിഷയവും NRCയും ഒക്കെ ഉണ്ടാകുന്നതിന്റെ അല്ലെങ്കിൽ തർക്കമാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? നിങ്ങൾക്കറിയോ, പുൽപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബോക്സ നഗറിൽ 66% മുസ്ലിങ്ങളുള്ള ബോക്സ നഗറിൽ ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം കൈപ്പിടിയിൽ ഒരുക്കി വെച്ച ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എന്താണ്? 1909 വോട്ടാണ് സിറ്റിംഗ് MP മത്സരിച്ച നിങ്ങൾക്ക് കിട്ടിയത്. അന്ന് ഈ രാജ്യത്ത് ചർച്ച ഇതായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ചരിത്രമൊന്നും. കോലാർ ഗോൾഡ് ഫീൽഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കർണാടകയിലെ നമ്മുടെ തൊട്ടടുത്ത തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ്. കെട്ടിവെച്ച കാശില്ല. ഡോക്ടർ ദാമോദരനോ മറ്റോ നമ്മുടെ നിങ്ങളുടെ MLA അയാൾ തോറ്റു. പക്ഷെ ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്. 2019 ഡിസംബറിൽ ലോക്സഭ പാസ്സാക്കി. 2020 ജനുവരി 20 നിലവിൽ വന്നു. 30 ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും 9 സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിമാർക്കും പരിശോധനകൾക്ക് ശേഷം അംഗത്വം നൽകാനുള്ള അധികാരം നൽകി. അപ്പൊ ഈ ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം തർക്കമുണ്ടാക്കുന്ന ഇടതുപക്ഷ സുഹൃത്ത് അല്പമൊക്കെ കാര്യങ്ങൾ പഠിച്ചു വരണമെന്ന് എനിക്കൊരു വിനയപൂർവ്വമായ അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം പറയുന്നു ഇല്ലീഗൽ മൈഗ്രൻസിന് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇവിടെ കൊടുക്കുന്നില്ല. 1955 CAA നിയമം എന്തായിരുന്നു സർ? ഇനി നിങ്ങൾ തള്ളിപ്പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ എന്റെ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്നത്, സർ, CAA എന്നതിനെ കുറിച്ച് 2012 മെയ് മാസം 25 അന്ന് BJP അല്ല അധികാരത്തിൽ. എന്റെ ഇടതുപക്ഷ സുഹൃത്ത് ശ്രദ്ധിക്കണം ഡേറ്റ്. 2012 മെയ് മാസം 25 ഇറങ്ങിയ ഇന്ത്യയിലെ എല്ലാ പത്രത്തിലും, എല്ലാ ദേശീയ പത്രത്തിലും പ്രകാശ് കാരാട്ട്, അന്നത്തെ നിങ്ങളുടെ ദേശീയ സെക്രട്ടറി, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അയച്ച കത്ത് ഒരു വട്ടം നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ വിവരക്കേട് ഇവിടെ നിന്ന് പുലമ്പില്ല. എന്താണ് പ്രകാശ് കാരാട്ട് പറയുന്നത്? ചരിത്രപരമായ കാരണങ്ങൾ, സാഹചര്യങ്ങളാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ന്യൂനപക്ഷങ്ങളെയും സാമ്പത്തിക കാരണങ്ങളെ നയിക്കപ്പെടുന്നവരെയും വേർതിരിച്ച് കാണാനാവില്ല. 2003 CAA 2(1)B അനുയോജ്യമായ ഭേദഗതി വേണം. ഒന്നും കൂടി എന്റെ സുഹൃത്ത് കേൾക്കണം. ന്യൂനപക്ഷ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും നാമശൂദ്രർ, മജ്ഹി തുടങ്ങിയ പട്ടികജാതിക്കാരാണ്. ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പീഡനം നേരിടുന്ന ഈ നിർഭാഗ്യവാന്മാർക്ക് പൗരത്വത്തിന് കൂടുതൽ ഉദാരമായ സമീപനം വേണമെന്ന് മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തെ അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനം നടന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ നിർഭാഗ്യവാന്മാർക്ക് അഭയം നേടാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഇത് ഞങ്ങളുടെ ബാധ്യതയാണെന്നും പ്രതിപക്ഷ നേതാവ് അൽക്കെ അഡ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ പാർലമെന്റിൽ സമവായമുണ്ടാക്കി വിഷയം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകണം. 2003 CAA അമെന്റ്മെന്റിനെ കുറിച്ച് അവിടെ നടത്തിയ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് 2012 നിങ്ങളുടെ സെക്രട്ടറിയെ കത്താം. ഇവിടെ വിഷയമൊന്നുമില്ല മഞ്ജുഷേ. അല്ല, അതിൽ ശ്രീ TP